പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, 2024 അവസാനത്തെ ഈ ദിവസത്തിലേക്ക് അങ്ങ് ഞങ്ങളെ കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ വർഷം മുഴുവനും ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞ എല്ലാ കൃപകളെയും ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ വലിയ കൂട്ടായ്മ അങ്ങേ തിരുസന്നിധിയിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെയും, ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിന്റെ വലിയ സമാധാനത്തിലും സന്തോഷത്തിലും കൃപയിലും നിറച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മ മാതാവേ, അമ്മയുടെ സാന്നിധ്യവും യോസപിതാവേ അങ്ങയുടെ സാന്നിധ്യവും സകല വിശുദ്ധരെ, മാലാഖമാരെ, നിങ്ങളുടെ എല്ലാ സജീവ സാന്നിധ്യവും ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. നന്ദിയോടെ ഈ ദിവസം അങ്ങേ തിരുസന്നിധിയിലേക്ക് ഞങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അമ്മ മാതാവിന്റെ വലിയ സാന്നിധ്യത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, വലിയ സന്തോഷത്തോടെയാണ് നമ്മൾ ഇന്ന് കർത്താവിന്റെ തിരുസന്നിധിയിൽ ആയിരിക്കുന്നത്. കാരണം 2024 അവസാനത്തെ ദിവസമായ ഇന്ന് കർത്താവിന്റെ സന്നിധിയിലായിരിക്കുവാൻ വലിയ ഭാഗ്യം കർത്താവ് നമുക്ക് നൽകി. നമുക്ക് അതിനോർത്ത് നമുക്ക് ഈശോയ്ക്ക് ഒത്തിരി നന്ദി പറയും. പ്രത്യേകിച്ചും ഈ വർഷത്തിലൂടെ കർത്താവ് ചൊരിഞ്ഞ കൃപകൾ, പ്രത്യേകിച്ചും ഓഗസ്റ്റ് 27 മുതൽ നമ്മളെല്ലാവരും തന്നെ ഒരുമിച്ച് കർത്താവിന്റെ സന്നിധിയിൽ നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി, നമ്മുടെ കുടുംബവിഷ്ടത്തിനു വേണ്ടി മാതാവിന്റെ സന്നിധിയിൽ, അതോടൊപ്പം തന്നെ ഡിസംബർ മാസത്തില് കർത്താവിന്റെ സാന്നിധ്യത്തിന്റെ വലിയ അഭിഷേകത്തില് നമ്മെ ദൈവം അനുഗ്രഹിച്ചു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തന്നെ വലിയ സന്തോഷത്തോടെ നമുക്ക് ഒരുമിച്ച് ഇന്ന് കർത്താവിന് നന്ദി പറയാനായിട്ട് നമുക്ക് അല്പസമയം ഈശോയുടെ കൂടെയായിരിക്കും. അതായത് നമ്മുടെ ജീവിതത്തിന്റെ ഉറപ്പ് എന്താണ്? അതിലേക്ക് നമ്മെ കർത്താവ് ആഴപ്പെടുത്തി ബലപ്പെടുത്തി ശക്തിപ്പെടുത്തി തന്റെ വാഗ്ദാനങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് നമ്മെ അനുഗ്രഹിക്കുകയാണ്. അനേക മക്കള് ഈ നമ്മുടെ ശുശ്രൂഷകളിലൂടെ ഈ ദിവസങ്ങളൊക്കെ ഒത്തിരി സാക്ഷ്യങ്ങൾ, മാനസാന്തരപ്പെട്ട മക്കള്, ഒത്തിരിയേറെ മാറ്റങ്ങൾ സംഭവിച്ച മേഖലകള്, ജോലി മേഖലകളില്, പഠന മേഖലകളില്, ആത്മീയ ജീവിതത്തില്, അതോടൊപ്പം തന്നെ വിശുദ്ധ ജീവിതത്തില് തെറ്റായ പാപത്തിന്റെ ബന്ധത്തിന് മോചനം പ്രാപിച്ച മക്കള്, അങ്ങനെ ഒത്തിരിയേറെ മക്കൾ. എന്നാൽ അതിനേക്കാളും ഏറെ എന്ന് പറയുന്ന രീതിയില് കുറെ മക്കളെങ്കിലും പറഞ്ഞു, അച്ഛാ പ്രാർത്ഥിച്ചിട്ടൊന്നും ഒരു മാറ്റം വരുന്നില്ല. ഇവിടെ ഈ 2024 അവസാനം നമ്മൾ ഇന്നായിരിക്കുമ്പോ ലഭിച്ചതിന്റെയും ലഭിക്കാത്തതിന്റെയുമായ ഒത്തിരി അനുഭവങ്ങൾ നമുക്കൊക്കെ പങ്കുവെക്കാനുണ്ട്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ലഭിച്ചാലും ലഭിച്ചില്ലെങ്കിലും നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാനം എന്താണ്? അത് കർത്താവുമായുള്ള ആഴപ്പെട്ട ബന്ധമാണ്. എന്നാൽ വേദനയോടെ ഞാൻ പറയട്ടെ, ചില മക്കളെങ്കിലും കർത്താവുമായുള്ള ബന്ധത്തിൽ നിന്ന് അകന്നു പോയിട്ടുണ്ട്. നമുക്ക് ആ മക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. കാരണം നമ്മുടെ ഈ പ്രാർത്ഥനയുടെയും ഒരു അടിസ്ഥാനം വേറെ ഒന്നുമല്ല, നമ്മുടെ ആത്മരക്ഷയാണ്. നമ്മളിന്ന് പലപ്പോഴും ഈ ലോകത്തിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി, ലോകത്തിന്റെ നേട്ടങ്ങൾക്ക് വേണ്ടിയൊക്കെ നമ്മൾ അധ്വാനിക്കുമ്പോൾ ഒരു പരിധി വരെ ഒന്ന് മനസ്സിലാക്കണം, അതിന്റെ പിന്നാലെ പോയത് കൊണ്ടാണ് നമ്മുടെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ വന്നത്, മക്കൾ വഴിതെറ്റിപ്പോയത്, ഒത്തിരി തകർച്ചകൾ നേരിട്ടത്, തടസ്സങ്ങൾ പിന്നിട്ടത്. ഇതിനൊക്കെ പിന്നില് ശക്തമായ ദൈവത്തെ വിട്ടുപേക്ഷിച്ച്, കൽപ്പന വിട്ടുപേക്ഷിച്ച്, വചനം വിട്ടുപേക്ഷിച്ച് പോയ ഒരു ജീവിതത്തിന്റെ ചരിത്രം ഉണ്ടെന്ന് ഓർക്കണം. അത് നമ്മള് ശരിക്കും, ഞാൻ അനേക മക്കളെ പഠിച്ചപ്പോ ഇതിനൊക്കെ പിന്നില് ഒത്തിരി കാരണങ്ങളുണ്ട്. എന്തുകൊണ്ട് എന്നുള്ള കാരണങ്ങൾ. അതുകൊണ്ട് നമ്മള് ഈ 2025 പ്രവേശിക്കുമ്പോൾ തന്നെ സ്വർഗം നമുക്ക് നൽകിയ ഒരു ശുശ്രൂഷയാണ് കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട ഒരു നവീകരണം, വിശ്വാസം, ദൈവത്തിലുള്ള അടിയുറച്ച നിലനിൽപ്പ്. ഈ 3 കാര്യത്തില് നമ്മള് ഈ ജനുവരി മാസത്തിലേക്ക് നമ്മള് വലിയൊരു ശുശ്രൂഷ കർത്താവ് നമുക്ക് ഒരുക്കി തരികയാണ്. നമ്മുടെ കുടുംബങ്ങളെ നവീകരിക്കണം.
നമ്മുടെ വിശ്വാസത്തെ ഉറപ്പിക്കണം, നമ്മുടെ ദൈവബന്ധത്തെ ആഴപ്പെടുത്തണം. എന്നിട്ട് കർത്താവ് പറഞ്ഞ കാര്യങ്ങൾക്കനുസരിച്ച് ജീവിതത്തെ നമ്മൾ ക്രമപ്പെടുത്തണം. ഒരു കാര്യം മനസ്സിലാക്കിക്കോ, പ്രശ്നം വരുമ്പോ, പ്രതിസന്ധി വരുമ്പോ, തകർച്ച വരുമ്പോ, സമ്പത്തുണ്ടാകുമ്പോ, വളരുമ്പോൾ, അനുഗ്രഹിക്കപ്പെടുമ്പോ, രണ്ട് അവസ്ഥയിലും നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? കർത്താവുമായുള്ള ബന്ധം ആഴപ്പെടുത്തണം, ബലപ്പെടുത്തണം, ശക്തിപ്പെടുത്തണം. ഇന്ന് ചില മക്കള് ഇത് രണ്ടും വിരുദ്ധമായ രണ്ട് കാര്യം അച്ഛൻ പറയാം. ചില മക്കൾക്ക് ലഭിക്കാതെ പോകുമ്പോ അവിടെ ദൈവത്തെ വിട്ട് മാറിപ്പോകും. ഇവിടെ കാറ്റ് വരുമ്പോ, പ്രതികൂലം വരുമ്പോ, പ്രതിസന്ധി വരുമ്പോ, ഇല്ലായ്മ വരുമ്പോ, ദാരിദ്ര്യം വരുമ്പോ, ഇതെല്ലാം തരാനും സംരക്ഷിക്കാനും ശക്തിപ്പെടുത്താനും സാധിക്കുന്ന ദൈവത്തെ അതുപോലെ നമ്മൾ ആഴപ്പെട്ട് ഉറപ്പിച്ച് ബന്ധപ്പെടണം. കാറ്റും കോളും നിറഞ്ഞ ഒരു സ്ഥലത്ത് വളരുന്ന വൃക്ഷത്തിന്റെ വേരുകൾക്ക് ആഴം ഉണ്ടാകുമെന്ന് പറയാറുണ്ട് ഭൂമിയിൽ. അതുപോലെ സമ്പത്തേറുന്നു, വൃക്ഷം വളരുന്നു, അല്ലെങ്കിൽ ഒത്തിരിയേറെ ഫലങ്ങൾ കായ്ക്കുന്നു. അങ്ങനെ കായ്ക്കുമ്പോഴും എന്ത് വേണം? ഈ വേരിന് ആഴപ്പെട്ട ബന്ധം ഭൂമിയോട് വേണം എന്ന് പറഞ്ഞ പോലെ നമ്മുടെ അടിസ്ഥാനം, നമ്മുടെ പാറ, നമ്മൾ സ്ഥാപിക്കപ്പെട്ട ഇടം എവിടെയാ? നമ്മുടെ കർത്താവാണ്. കർത്താവാകുന്ന വചനത്തിൽ പാറമേൽ അടിസ്ഥാനമിട്ട് നമ്മൾ ജീവിതത്തെ, പൗരോഹിത്യത്തെ, ഭവനത്തെ, ജോലിയെ, ബിസിനസിനെ എല്ലാത്തിനെയും ആഴപ്പെടുത്തണം. ഇല്ലെങ്കിലും ആഴപ്പെടുത്തണം, ഉണ്ടെങ്കിലും ആഴപ്പെടുത്തണം. ഇന്ന് ഇതിന് രണ്ടിനും വിരുദ്ധമായ കാര്യം സംഭവിക്കുന്നത്. ചില ആൾക്കാർക്ക് സമ്പത്ത് കിട്ടിയാൽ, വിദ്യാഭ്യാസം കിട്ടിയാൽ, ആരോഗ്യം കിട്ടിയാൽ അവർ ദൈവത്തെ വിടും. ഇനി കിട്ടാതെ പോയാൽ അവരും ദൈവത്തെ വിടും. അപ്പൊ നമുക്ക് എന്താ പറ്റുന്നത്? നമ്മുടെ അടിസ്ഥാനം തകർന്നു പോവാ. അങ്ങനെ പോകുമ്പോൾ ഉള്ള മക്കൾ അവരുടെ ജീവിതത്തില് തകർന്നു പോകും. ഇല്ലാത്ത മക്കൾ കൂടുതൽ കൂടുതൽ പാതാളത്തിലേക്ക് പോകും. പിന്നെ രക്ഷപ്പെടാൻ പറ്റത്തില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ഏതവസ്ഥയിലും ആകട്ടെ, ഇന്ന് 2024 അവസാന ദിവസം ഒത്തിരി നഷ്ടങ്ങളുടെ, ഇല്ലായ്മകളുടെ, കഷ്ടപ്പാടിന്റെ ഒക്കെ കഥകൾ നമുക്ക് പറയാനുണ്ടോ. പക്ഷേ ഇവിടെയും പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തോടെ നമ്മുടെ കർത്താവിൽ നമുക്ക് ഉറപ്പിക്കാം. അതുകൊണ്ട് ഇന്ന് നമ്മള് ആരാധനയില് ദൈവം തന്ന ദാനങ്ങളെ ഓർത്ത് നമ്മൾ ഈശോയ്ക്ക് നന്ദി പറയണം. ലഭിക്കാതെ പോയ കാര്യങ്ങൾ, അതിന് വലിയൊരു വിളിയുണ്ട്. എന്നറിയോ? കർത്താവിലേക്ക് കൂടുതൽ അടുക്കാനും, എളിമപ്പെടാനും, ആശ്രയിക്കാനും. കർത്താവേ, നീ മാത്രമേ ഉള്ളൂ എനിക്ക് ആശ്രയത്തിനെന്ന് ഉറപ്പിച്ച് പറയാനും, ആ കർത്താവിൽ ഉറച്ച വിശ്വാസത്തോടെ ശരണത്തോടെ സമർപ്പണത്തോടെ മുന്നോട്ട് പോകാൻ വേണ്ടിയാണ്. അതാണ് പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി ഇന്ന് ആരാധന പ്രാർത്ഥിച്ചുകൊണ്ടാണ് 2024 നമ്മൾ അവസാനിപ്പിക്കുന്നത്. അതിനുശേഷം നമ്മൾ 2025 നമ്മൾ നാളെ പ്രവേശിക്കുമ്പോൾ പുതിയ പ്രതീക്ഷയോടെ കർത്താവുമായുള്ള ബന്ധമുറപ്പിച്ച്, പ്രത്യേകിച്ചും കർത്താവ് നമുക്ക് നൽകുന്ന വിഷയം കുടുംബത്തിന്റെ ഒരു വിശുദ്ധീകരണം, കുടുംബത്തിന്റെ ശക്തീകരണം, കുടുംബത്തിന്റെ മേഖലകളിലുള്ള വലിയൊരു അഭിഷേക ശുശ്രൂഷ. അവരുടെ ബന്ധപ്പെട്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് രാത്രി 11 മണിക്ക് നമ്മുടെ കാർമൽ ധ്യാന കേന്ദ്രത്തില് ആരാധനയുണ്ടായിരിക്കും. 11:45 വർഷാവസാന പ്രാർത്ഥന, അതിനുശേഷം 12 മണിക്ക് വർഷാരംഭ പ്രാർത്ഥന, അതിനുശേഷം വിശുദ്ധ കുർബാനയോടുകൂടി നമ്മൾ 2025 പ്രവേശിക്കും. പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമുക്ക് വലിയ പ്രാർത്ഥനയോടെ ഈ 2025 വേണ്ട അഭിഷേകം, കൃപ, ദൈവത്തിന്റെ ശക്തി, ഇടപെടല്, വിശ്വാസത്തിന്റെ ധാർഢ്യത ഇതൊക്കെ ഞങ്ങൾക്ക് തരണമെന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഇന്നലെ ഇവിടെ ധ്യാനം കഴിഞ്ഞുള്ളൂ. അതുകൊണ്ട് തന്നെ നല്ല ശബ്ദത്തിന്റെ ഒക്കെ പ്രശ്നമുണ്ട്. എന്താണേലും നമുക്ക് കർത്താവിനോട് നന്ദി പറഞ്ഞ് ആരാധിക്കാം. അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കണേ. ഇന്ന് അച്ഛൻ പട്ടം കിട്ടിയ ദിവസമാണ്. അച്ഛന്റെ ഓർഡിനേഷൻ ഡേ ആണ്. ഞങ്ങൾ അച്ഛന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. അച്ഛന്റെ പൗരോഹിത്യത്തെ കർത്താവെ അഭിഷേകം ചെയ്യണമേ, കൂടുതൽ ശക്തിപ്പെടുത്തണമേ. അനേകം ആത്മാക്കൾക്ക് വേണ്ട ശുശ്രൂഷകള് അച്ഛനിലൂടെ ഞങ്ങൾക്ക് നൽകണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായ ഒരു അനുഗ്രഹ ആശീർവാദം പൗരോഹിത്യത്തിന്റെ ഈ പുണ്യദിനത്തില് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ നേരുകയാണ്. കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. എന്നെ പരമേൽപ്പിച്ചിരിക്കുന്ന പൗരോഹിത്യ അധികാരത്തിൽ, എനിക്ക് പൗരോഹിത്യം ലഭിച്ച ഈ പുണ്യദിനത്തിൽ നിങ്ങളെല്ലാവരെയും പ്രത്യേകമാവിധം ഞാൻ അനുഗ്രഹിക്കുന്നു, ആശീർവദിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും
ആമേൻ. വലിയ പ്രാർത്ഥനയോടെ ആരാധനയിലേക്ക് പ്രവേശിക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ മക്കളെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യീശോയെ, 2024 അവസാനത്തെ ദിവസത്തിൽ അങ്ങയോട് കൂടി ഞങ്ങളായിരിക്കുമ്പോൾ വലിയ സ്നേഹത്തോടെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. 2024 മുഴുവനും അങ്ങ് ഞങ്ങളെ കാത്ത് സംരക്ഷിച്ചു, അങ്ങ് ഞങ്ങളെ പരിപാലിച്ചു, ഞങ്ങൾക്ക് വേണ്ട എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും നൽകി അങ്ങ് ഞങ്ങളെ ശക്തിപ്പെടുത്തി. നല്ല ഈശോയെ, അങ്ങ് ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേലും ചൊരിഞ്ഞ ഞങ്ങളുടെ ജീവിത മേഖലകള്, ജോലി, പഠനം, ബിസിനസ്, കാർമൽ ധ്യാന കേന്ദ്രത്തില്, ശുശ്രൂഷകളില് അങ്ങ് ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് ഈശോയെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ വീഴ്ചകളില്, ഞങ്ങളുടെ രോഗങ്ങളില്, തകർച്ചകളില്, സങ്കടങ്ങളില്, വേദനകളില്, കഷ്ടപ്പാടുകളില്, ഏകാന്തതയില്, നിരാശയില്, ഒത്തിരിയേറെ ഭയപ്പെട്ടു പോയ നിമിഷങ്ങളില് ഈശോയെ അങ്ങ് ഞങ്ങളെ താങ്ങി നയിച്ചു. ഇത് ജീവനോടെ ഞങ്ങൾ അങ്ങയുടെ കൂടെ ഇരിക്കുമ്പോ ഈശോയെ അങ്ങ് തന്ന വലിയ ദാനമാണ്, അങ്ങയുടെ പരിപാലനയാണ് ഇതെന്ന് ഞങ്ങൾ എല്ലാവരും ഏറ്റുപറയുന്നു. നല്ല കർത്താവേ, ചിലപ്പോഴെങ്കിലും അങ്ങയുടെ അരികിൽ നകന്നു പോയിട്ടുണ്ട്, സങ്കടപ്പെട്ടു പോയിട്ടുണ്ട്, അങ്ങിൽ വിശ്വസിക്കാതെ പോയിട്ടുണ്ട്, അങ്ങയോട് ഒത്തിരി പരാതിപ്പെട്ടിട്ടുണ്ട്, ഒത്തിരി പ്രാർത്ഥിച്ചിട്ടും കിട്ടാതെ പോയ കാര്യങ്ങളെ കുറിച്ചൊക്കെ പരാതിപ്പെട്ട് പ്രാർത്ഥിച്ചിട്ടൊന്നും കാര്യമില്ലെന്ന് പോലും പറഞ്ഞകന്നു പോയിട്ടുണ്ട്. ഈശോയെ, ഞങ്ങൾ അറിയുന്നു ഏതവസ്ഥയിലും ഞങ്ങൾക്ക് അങ്ങ് മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ ആ വേദനകളും ആ സങ്കടങ്ങളും ആ നൊമ്പരങ്ങളും ആ കഷ്ടതകളും എല്ലാം അങ്ങയുടെ കുരിശോട് ചേർത്ത് ദിവ്യകാരുണ്യനാഥ അങ്ങയുടെ തിരുസന്നിധിയിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങൾ പരാതിപ്പെട്ടു പോയ, പെറുപെറുത്തു പോയ എല്ലാ നിമിഷങ്ങളെയും ഓർത്ത് ഈശോയെ മാപ്പ് ചോദിച്ചുകൊണ്ട് ആ വേദനകളും സങ്കടങ്ങളും ലഭിക്കാതെ പോയ ഒത്തിരി അനുഗ്രഹങ്ങൾ ഞങ്ങൾ കഷ്ടപ്പെട്ടു, അധ്വാനിച്ചു, പലതും വിട്ടുപേക്ഷിച്ചു, എന്നിട്ടും ഞങ്ങൾക്ക് ലഭിക്കാതെ പോയതിന്റെ നൊമ്പരങ്ങളൊക്കെ ഉണ്ട് ഈശോയെ. അതെല്ലാം അങ്ങേ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളോർത്ത് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. കർത്താവേ, ഞങ്ങളോട് കരുണയായിരിക്കണം. ഞങ്ങൾ ആരും നശിച്ചു പോകാൻ അങ്ങ് ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ രക്ഷ പ്രാപിക്കണം, ഞങ്ങൾ വളരണം, ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടണം, ഞങ്ങളുടെ മക്കള് എല്ലാം രക്ഷപ്പെടണമെന്ന് മാത്രമേ അങ്ങ് ആഗ്രഹിക്കുന്നുള്ളൂല്ലോ. ഈശോയെ, ഞങ്ങളെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. പലപ്പോഴും ഞങ്ങൾക്ക് പലതും അറിഞ്ഞുകൂടാ. ഞങ്ങൾ അത്രമാത്രം ബലഹീനരാണ്, പാവപ്പെട്ട മക്കളാണ്, നിസ്സഹായരാണ്. ഈശോയെ, ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങ് ഇടപെടണം, ഞങ്ങളുടെ മക്കളിൽ അങ്ങ് ഇടപെടണം, ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് ഇടപെടണം. ഈശോയെ, അനേക മക്കള് ഇപ്പോഴും വേദനിച്ച് കഴിയുന്നുണ്ട്. നിരന്തരമായി പ്രാർത്ഥിച്ചിട്ടും നാളുകളായി പ്രാർത്ഥിച്ചിട്ടും കർത്താവെ അനുഗ്രഹിക്കപ്പെട്ടില്ലല്ലോ എന്നുള്ള വേദനയിൽ കഴിയുന്ന മക്കള് ഈശോയെ അനുഗ്രഹത്തിനായിട്ട് കാത്തുകൊണ്ട് മക്കളെ സമർപ്പിച്ച്, കുടുംബത്തെ സമർപ്പിച്ച്, ജീവിത പങ്കാളിയെ സമർപ്പിച്ച്, ജോലി മേഖലകളെ സമർപ്പിച്ച്, സാമ്പത്തിക മേഖലകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും കർത്താവെ ഒന്ന് ചേർത്ത് പിടിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ, കർത്താവിന്റെ സന്നിധിയില് നന്ദിയോടെ ഈ 2024 നിങ്ങൾ തന്നെ സമർപ്പിക്കും. നമ്മുടെ എല്ലാ അവസ്ഥകളെയും കർത്താവിന്റെ മുമ്പിലേക്ക് പൂർണ്ണമായിട്ട് സമർപ്പിക്കും. സങ്കീർത്തകം പറയുന്നുണ്ടല്ലോ, 119 സങ്കീർത്തനത്തില് 25-26 തിരുവചനത്തില്, ഞാൻ എൻ്റെ അവസ്ഥ കർത്താവിനോട് വിവരിച്ചു പറഞ്ഞു, അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. കർത്താവ്, ഞങ്ങളുടെ അവസ്ഥകളെല്ലാം അങ്ങേക്കറിയാം. ഞങ്ങളിതാ എല്ലാം അങ്ങയുടെ മുമ്പിൽ വിവരിച്ചു പറയുന്നു. എല്ലാം ഒന്ന് സമർപ്പിച്ച മക്കളെ, നിങ്ങളുടെ കുടുംബങ്ങളെ, നിങ്ങളുടെ മക്കളെ, ജീവിത പങ്കാളിയെ, സഹോദരങ്ങളെ, മാതാപിതാക്കളെ, മരുമക്കളെ, അമ്മായിയപ്പനെ, അമ്മായിയമ്മയെ, നമ്മുടെ ബന്ധത്തിലുള്ള എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നമ്മുടെ മക്കളുടെ വേദനകൾ, നൊമ്പരങ്ങൾ ഒത്തിരിയുണ്ട്, ഒരു കഷ്ടപ്പാടുകളുണ്ട്. ഈശോയെ, ഞങ്ങളുടെ മക്കളെല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കണം.
നമ്മുടെ ഹൃദയങ്ങളിലേക്ക് അങ്ങയുടെ സ്നേഹവും സമാധാനവും അങ്ങയുടെ സൗഹൃദ സാന്നിധ്യവും ഞങ്ങളുടെ മക്കൾക്ക് നൽകണം. അങ്ങല്ലാതെ ഞങ്ങളുടെ മക്കളെയോ ഞങ്ങളെയോ രക്ഷിക്കാൻ ആരുമില്ലെന്ന് ഞങ്ങൾ ഏറ്റു പറയുന്നു. കർത്താവ് 2024 അവസാനത്തെ ദിവസം പൂർണ്ണമായിട്ടും ഞങ്ങൾ തന്നെ മുമ്പിലേക്ക് സമർപ്പിച്ച് ഞങ്ങൾ അങ്ങേ ആരാധിക്കുകയാണ്, സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. നാളെ 2025 പ്രവേശിക്കുവാൻ ഞങ്ങൾക്ക് ഭാഗ്യം ലഭിക്കുകയാണെങ്കിൽ കർത്താവെ, അങ്ങയുടെ വലിയ അഭിഷേകവും കൃപയും ഞങ്ങൾക്ക് നൽകണം. ഈ 2025 ആദ്യത്തെ മാസത്തില് കുടുംബങ്ങളുടെ നവീകരണത്തിനും കുടുംബങ്ങളുടെ ശക്തീകരണത്തിനും വേണ്ടി അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന വലിയ അഭിഷേക ശുശ്രൂഷയോർത്ത് നന്ദി പറയുന്നു. അതിനു വേണ്ട പരിശുദ്ധാത്മാവിന്റെ വെളിപ്പെടുത്തലുകളും ദൈവിക ജ്ഞാനത്തിന്റെ സ്വർഗത്തിന്റെ മനസ്സിന്റെ വെളിപ്പെടുത്തലുകളും ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ. ഒരിക്കൽ കൂടി നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിക്കാം, കുടുംബജീവിതത്തെ സമർപ്പിക്കാം, മക്കളെ സമർപ്പിക്കാം, നമ്മുമായിട്ട് ബന്ധപ്പെട്ട സാമ്പത്തിക മേഖല, ജോലി മേഖല, ഉപജീവന മാർഗങ്ങൾ, നമ്മുടെ വളർത്തുപക്ഷി മൃഗാദികൾ, കൃഷിയിടങ്ങൾ, വസിക്കുന്ന വീട്, വീടിരിക്കുന്ന മണ്ണ് എല്ലാം കർത്താവിന്റെ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കാം. അവിടുത്തെ വലിയ കരുണ, നിലയില്ലാത്ത കടല് പോലുള്ള കരുണ കടല്, ആ വലിയ ആഴങ്ങളിലേക്ക് ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെയും ആഴ്ത്തിക്കൊണ്ട് ആ കരുണയാൽ ഞങ്ങളെ രക്ഷിക്കണമേ കർത്താവേ. നാഗത്തോടെ പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി 2024 ഓർത്ത് ഞാൻ നന്ദി പറയുകയാണ്. വലിയൊരു ശുശ്രൂഷ അങ്ങ് ഞങ്ങൾക്ക് കാർമൽ മീഡിയ ആയിലൂടെ ഒരുക്കി തന്നു. അനേക ധ്യാനങ്ങൾ കാർമൽ ധ്യാന കേന്ദ്രത്തിൽ വെച്ച് അങ്ങ് ഒരുക്കി. അനേക മക്കള്, അനേക ആയിരങ്ങള് കടന്നു വരാനും പ്രാർത്ഥിക്കാനും പങ്കുചേരാനും ഇടയാക്കി. ഞങ്ങളുടെ വലിയ കൂട്ടായ്മയോർത്ത് നന്ദി പറയുന്നു. കൂടുതൽ സ്നേഹത്തോടെ, വിശ്വാസത്തോടെ, ശരണത്തോടെ അങ്ങയോട് ചേർന്ന് ജീവിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാകട്ടെ. എല്ലാ അഭിഷേകത്തിനും എല്ലാ കൃപകൾക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ 2024 എല്ലാ കൃപകളെയും ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് 2025 പ്രവേശിക്കുമ്പോൾ ഉന്നതമായ അഭിഷേകത്താൽ നിറച്ച് പുതിയ ചൈതന്യത്തോടെ, പുതിയ ശക്തിയോടെ, പുതിയ വിശുദ്ധിയോടെ പുതിയ മക്കളാക്കി ഞങ്ങളെ മാറ്റിക്കൊണ്ട് 2025 ഞങ്ങളെ പ്രവേശിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വരാശീർവാദത്തിന് വേണ്ടി പ്രിയപ്പെട്ട മക്കളെ നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം വ്യക്തിപരമായിട്ട് നന്ദി പറഞ്ഞും കൃപകൾക്ക് വേണ്ടിയും ഇനി വരാൻ പോകുന്ന വർഷത്തിന് വേണ്ടിയും ഒക്കെ നിശബ്ദമായിട്ടൊന്ന് പ്രാർത്ഥിച്ച മക്കളെ. സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ഈശോയെ അനുഗ്രഹിക്കണമേ. അങ്ങ് ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.